ട്രംപ് ഇന്ത്യയുമായി ഇടഞ്ഞു നിൽക്കവേ ഇന്ത്യ ചൈന ബന്ധത്തിൽ വഴിത്തിരിവ്. ഇന്ത്യയുമായുള്ള ബന്ധം സാധാരണ നിലയിലേക്ക് മടങ്ങുന്നതിന്റെ സൂചനയായി വളം, റെയർ എർത്ത് മിനറൽസ്, തുരങ്ക നിർമ്മാണ യന്ത്രങ്ങൾ എന്നിവയുടെ കയറ്റുമതിക്ക് ഏർപ്പെടുത്തിയിരുന്ന നിയന്ത്രണങ്ങൾ നീക്കുമെന്ന് ചൈന ഇന്ത്യക്ക് ഉറപ്പു നൽകിയിരിക്കുകയാണ്. ചൈനീസ് വിദേശകാര്യമന്ത്രി നടത്തുന്ന ഇന്ത്യ സന്ദർശനത്തിനിടയിലാണ് ഈ വിഷയത്തിൽ അനുകൂലമായ തീരുമാനം എടുക്കുന്നതായി വിദേശകാര്യമന്ത്രി എസ് ജയശങ്കറിനെ അറിയിച്ചിരിക്കുന്നത്. ഏകദേശം ഒരു വർഷമായി ചൈന ഇന്ത്യയിലേക്കുള്ള ഇവയുടെ ഇറക്കുമതി നിർത്തിവച്ചിരിക്കുകയായിരുന്നു. ചരക്ക് നീക്കങ്ങൾ ഇതിനോടകം തന്നെ ആരംഭിച്ചതായും അധികൃതർ സൂചിപ്പിച്ചിട്ടുണ്ട്. ഇന്ത്യയുടെ കാർഷിക മേഖലയ്ക്ക് ആവശ്യമായ വളത്തിന്റെ 30%, വാഹന നിർമ്മാണത്തിനും മറ്റ് വ്യാവസായിക ആവശ്യങ്ങൾക്കുമുള്ള റെയർ എർത്ത് മിനറൽസും, റോഡ്, നഗര അടിസ്ഥാന സൗകര്യ വികസനത്തിനുള്ള തുരങ്ക നിർമ്മാണ യന്ത്രങ്ങളും പ്രധാനമായും ചൈനയിൽ നിന്നാണ് ഇറക്കുമതി ചെയ്തിരുന്നത്. അതിനാൽ ഈ നിയന്ത്രണങ്ങൾ നീക്കിയത് ഇന്ത്യക്ക് വലിയ നേട്ടമായി തന്നെ മാറും. ഇന്ത്യക്ക് ഏറെ ആവശ്യമുള്ള യൂറിയ, ഡയമോണിയം ഫോസ്ഫേറ്റ്, DAP എന്നീ വളങ്ങളുടെയും അപൂർവ ഭൗമ ധാതുക്കളുടെയും തുരങ്ക നിർമ്മാണ യന്ത്രങ്ങളുടെയും വിതരണം പുനഃസ്ഥാപിക്കുന്ന കാര്യം കഴിഞ്ഞ മാസം ചൈന സന്ദർശനത്തിനിടെ ജയശങ്കർ ഉന്നയിച്ചിരുന്നു. ഇന്ത്യക്ക് ആവശ്യമായ വളങ്ങളുടെ 30% ചൈനയിൽ നിന്നാണ് ഇറക്കുമതി ചെയ്തിരുന്നത്. മാത്രമല്ല, വാഹന നിർമ്മാണത്തിന് ആവശ്യമായ ധാതുക്കളും റോഡ് നിർമ്മാണത്തിനും തുരങ്ക നിർമ്മാണത്തിനും ആവശ്യമായ കൂറ്റൻ യന്ത്രങ്ങളും വിതരണം ചെയ്തതും ചൈനയായിരുന്നു. എന്നാൽ അതിർത്തിയിലെ സംഘർഷ സാഹചര്യത്തിൽ ഒരു വർഷം മുമ്പാണ് ഇവയുടെ ഇറക്കുമതി ചൈന നിർത്തിയത്. അതേസമയം ചരക്കു നീക്കങ്ങൾ ഇതിനോടകം തന്നെ ആരംഭിച്ചതായും അധികൃതർ പറഞ്ഞിട്ടുണ്ട്. ഇന്ത്യയുടെ കാർഷിക മേഖലയ്ക്ക് ആവശ്യമായ വളത്തിന്റെ 30% ഇത്തരത്തിൽ ഇനി കിട്ടാൻ പോകുന്നത്. ഇത് ഇന്ത്യക്ക് വലിയ നേട്ടം തന്നെ കാർഷിക വികസനത്തിൽ കൊണ്ടുവരാൻ സാധിക്കും. ഈ നിയന്ത്രണങ്ങൾ നീക്കിയത് ഇന്ത്യക്ക് വലിയ നേട്ടമായി തന്നെ മാറുകയാണ്.